എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 4-ാം ദിവസമാണ് അയ്യനോടൊത്ത്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കൂടുതലും ധർമ്മശാസ്താവിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധർമ്മശാസ്താവിൻ്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അയ്യപ്പൻ എന്ന മനുഷ്യാത്മാവ് ദിവ്യാത്മാവിൻ്റെ കഥകളും ചരിത്രങ്ങളും നമ്മൾക്ക് ലഭ്യമായ അവസ്ഥയിൽ നമ്മൾ വളരെ ആഴത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ഇതൊക്കെ നമ്മൾ പരസ്പരം ഈ കഥകളൊക്കെ തെരഞ്ഞു പിടിച്ച് കലഹിക്കാനുള്ളതല്ല എന്നും അയ്യപ്പൻ്റെ മഹത്വം മനസ്സിലാക്കി, ആരാധനയുടെ മഹത്വം മനസ്സിലാക്കി നമ്മൾ അയ്യപ്പൻ്റെ ആരാധനയിലേക്ക് നടന്നെടുക്കുകയാണ് വേണ്ടത് എന്നാണ് യതീശയുടെ ഈ 41 ദിവസത്തെ ഒരു യജ്ഞമാണിത്. കാരണം ലോകമെമ്പാടും പ്രചാരമുള്ള ശാസ്താവിൻ്റെ ആ ഒരു ആരാധനാ സമ്പ്രദായത്തിലേക്ക് ശാസ്താവിൻ്റെ എല്ലാ തത്വങ്ങളും അറിഞ്ഞ് ആ ഒരു ഉപാസനയുടെ ഭാഗമാവാൻ വേണ്ടി ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അയ്യപ്പൻ്റെ മഹത്വം എത്തിക്കുക, ശാസ്താവിൻ്റെ തത്വങ്ങൾ എത്തിക്കുക എന്നൊരു മഹത്തായ ഉദ്യമമാണ് ഭഗവാന്റെ കൃപയാൽ ചെയ്യുവാനുള്ളൊരു ഭാഗ്യം നമ്മൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അയ്യപ്പൻ്റെ രൂപങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അയ്യപ്പൻ്റെ പരാമർശങ്ങൾ, അയ്യപ്പൻ്റെ രൂപത്തിൻ്റെ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശബരിമല ശ്രീ ശാസ്താവിനെ അല്ലെങ്കിൽ മണികണ്ഠനെ അല്ലെങ്കിൽ അയ്യപ്പനെ നമ്മൾ കാണുന്ന ചിത്രങ്ങളും രൂപങ്ങളൊക്കെ സദാ ജടാമകുടനായിട്ടാണ്. അതായത് ജട കെട്ടി ജടാമകുടനായിട്ടാണ് കാണപ്പെടുന്നത് ബ്രഹ്മചാരി യോഗാവസ്ഥയിൽ. നേരെ മറിച്ച് ശാസ്താവിനെ നമ്മൾ കാണുന്നത് എപ്പോഴും തലയിൽ കിരീടം ധരിച്ചിട്ടാണ് കാണപ്പെടുന്നത്. കണ്ണുകളാണെങ്കിൽ അയ്യപ്പൻ്റെ ധ്യാനത്തിൽ അയ്യപ്പൻ എപ്പോഴും 2 കണ്ണുകളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ ശാസ്താവിന് തൃക്കണ്ണുകൾ പറയുന്നുണ്ട്. അയ്യപ്പസ്വാമിയുടെ നെറ്റിയിലെ കുറി നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണ്? അയ്യപ്പസ്വാമിയുടെ നെറ്റിയിൽ ഗോപിക്കുറി കാണാൻ വേണ്ടി പറ്റും. ഊർധ്വപുണ്ഡ്രം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. എന്നാൽ ശാസ്താവിനെ നോക്കിയാൽ ഭസ്മപുണ്ഡ്രമാണ് കാണുക. മിക്കതും ത്രിപുണ്ഡ്രം, അതായത് വിലങ്ങനെ ഭസ്മം 3 രേഖകളിലായിട്ട് ധരിക്കുന്ന ആ ത്രിപുണ്ഡ്രം. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം യോഗീഭാവത്തിലാണ് എന്ന് നമ്മൾക്കറിയാം. എന്നാൽ ശാസ്താവിൻ്റെയോ ഒരു രാജാവിൻ്റെ ഭാവത്തിലാണ് ശാസ്താവിൻ്റെ വിഗ്രഹത്തിൻ്റെ ഭാവം, അല്ലെങ്കിൽ ആ ശാസ്താവിൻ്റെ ആ ആസനഭാവം, ആ ഒരു ഇരിപ്പിൻ്റെ ഭാവം. അയ്യപ്പൻ്റെ കൈകൾ നമ്മൾ നോക്കിയാൽ വിഗ്രഹത്തിൽ ജ്ഞാനമുദ്രയിലാണ് എങ്കിൽ ശാസ്താവിൻ്റെത് കൈകളിൽ ഒരു ദണ്ഡും ശരവും ഒക്കെ ഏന്തിയിട്ടുള്ള ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. അതായത് കൂടുതലും ഒരു രാജസീകമായ ഒരു യോദ്ധാവിൻ്റെ രൂപത്തിലാണ് നമുക്ക് ധർമ്മശാസ്താവിനെ കാണാൻ വേണ്ടി സാധിക്കും. അയ്യപ്പൻ്റെ കൈകൾ ഈ പറയുന്ന പോലെ ജ്ഞാനമുദ്രയിലാണ് ശരിക്കും. കാരണം അതൊരു യോഗാവസ്ഥയിലായതുകൊണ്ടാണ്. ചില ധ്യാന ശ്ലോകങ്ങളിൽ ശരിക്കും 8 കൈകൾ വരെ ശാസ്താവിന് കൽപ്പിച്ചിട്ടുണ്ട്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്. എന്നാൽ മൂലസ്വരൂപമായ ധർമ്മശാസ്ത്ര ചൈതന്യം ഭാര്യാസമേതനായി പുത്രസമേതനായിട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് ശബരിമല ശ്രീ മണികണ്ഠൻ അല്ലെങ്കിൽ മണികണ്ഠസ്വാമി, അതുപോലെ തന്നെ ശ്രീധർമ്മശാസ്താവ് എന്നുള്ളതിൽ പ്രധാനപ്പെട്ട പ്രകടമായ വ്യത്യാസങ്ങൾ നമ്മൾക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മൂലസ്വരൂപമായ ധർമ്മശാസ്ത്ര ചൈതന്യത്തിൻ്റെ ഒരു വ്യത്യസ്ത ഭാവമാണ് ശബരിമല സ്വാമി അയ്യപ്പൻ. ഇപ്പോൾ ശിവലിംഗങ്ങൾ ഇനി കൂടുതൽ ആഴത്തിൽ നമ്മൾ ശാസ്താവിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ
ശിവലിംഗങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും ആരുടെയെങ്കിലുമൊക്കെ സമാധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാരണം മഹാക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ വൈക്കം ശിവക്ഷേത്രം, നമ്മുടെ കേരളത്തിലെ വൈക്കത്തെ ശിവക്ഷേത്രം എടുത്താൽ പറയാറുള്ളത് വ്യാഘ്രപാദ മഹർഷിയുടെ സമാധി സ്ഥലമാണ് വൈക്കം ശിവക്ഷേത്രം. അതുപോലെ തന്നെ കൽപ്പാത്തിയിലെടുത്ത് നോക്കിയാൽ ലക്ഷ്മി അമ്മാളിൻ്റെ സമാധിയാണ്, അവിടെ പ്രതിഷ്ഠിച്ച അമ്മയുടെ സമാധിയാണ്. ഇനിയിപ്പം അതായത് ആ ഗംഗാധര പ്രതിഷ്ഠയുടെ സമീപത്ത് ആ സമാധിയാണ്. അത് എല്ലാ മഹാക്ഷേത്രങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ, ഞാൻ പറഞ്ഞു അല്ലേ, പഴനി നോക്കിയാലും പത്മനാഭസ്വാമി ക്ഷേത്രം നോക്കിയാലും തിരുപ്പതി നോക്കിയാലും അങ്ങനെ അനേകം വരുന്ന മഹാക്ഷേത്രങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ മഹാസമാധികളുണ്ടാവും. അപ്പോൾ മനുഷ്യ ആത്മാക്കൾക്ക് ദിവ്യത്വം വന്നാൽ അത് അവരെ ആവാഹിച്ച് ആ പ്രത്യക്ഷ മൂർത്തികളിലേക്ക് ആവാഹിച്ചിട്ട് പൂജിക്കുന്നത് ഒരു പതിവുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആവാഹനത്തിന് അനുയോജ്യമായത് ശിവലിംഗമാണ്. ഒരാൾ ശരിക്കും ഒരു സാധകൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ശിവലിംഗത്തിലേക്ക് ആവാഹിച്ച്, ഇനിയിപ്പോൾ ആ മനുഷ്യൻ ഒരു ദിവ്യനാണെങ്കിൽ അദ്ദേഹത്തെ ഒരു നല്ല സാധകൻ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ദിവ്യനെ മരിച്ചു കഴിഞ്ഞാൽ ആവാഹിച്ചതിന് ശേഷം, ശിവലിംഗത്തിലേക്ക് ആവാഹിച്ചതിന് ശേഷം ശരിക്കും ശിവനാക്കി തന്നെ മാറ്റുവാൻ വേണ്ടി സാധിക്കും. പല ശിവക്ഷേത്രങ്ങളും അങ്ങനെയാണ് ചൈതന്യം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സാധിക്കുന്ന മറ്റൊരു മൂർത്തിയാണ് ശാസ്താവ്. പക്ഷെ ശിവലിംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്താ മൂർത്തികളിലേക്ക് ആവാഹിക്കപ്പെടുന്നത് കൂടുതലും ഋഷീശ്വരന്മാരെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ആറാട്ടുപുഴ ശാസ്താവ് അല്ലെങ്കിൽ ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലെ മൂർത്തി വസിഷ്ഠ മഹർഷിയുടെ ചൈതന്യമാണ്. അതുപോലെ തന്നെ തിരുവള്ളക്കാവിലെ ശാസ്താവ് അമ്പും വില്ലും ഏന്തിയിട്ടാണെങ്കിലും അവിടെ ശരിക്കും വസിഷ്ഠ മഹർഷിയുടെ ചൈതന്യമാണ് പറയപ്പെടുക. കാരണം അതുകൊണ്ടാണ് അവിടുത്തെ ചടങ്ങ്, പ്രധാനപ്പെട്ട ചടങ്ങ് എഴുത്തിനിരുത്താണ്. ഇങ്ങനെ ആ മൂർത്തിയിൽ വ്യത്യസ്തങ്ങളായ ഋഷീശ്വര ചൈതന്യങ്ങൾ, ഋഷി തുല്യമായ ചൈതന്യങ്ങൾ മിക്കവാറും ശാസ്താക്ഷേത്രങ്ങളിൽ ആവാഹിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ശബരിമലയിലെ ആ വിഗ്രഹത്തിലേക്ക്, ആ മൂർത്തിയിലേക്ക് ആവാഹിക്കപ്പെട്ട ഋഷിതുല്യനായ 17-ാം വയസ്സിൽ സർവസംഗപരിത്യാഗിയായി സ്വന്തം ഭൗതിക ശരീരം വിടാൻ തയ്യാറായ യോഗീഭാവത്തിലുള്ള മണികണ്ഠനെയാണ് ശബരിമലയിലെ ശിലയിൽ ആവാഹിച്ചിരുത്തിയിട്ടുള്ളത്. ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പലരും ഈ ഒരു ശബരിമല അയ്യപ്പൻ്റെ കഥകൾ പറയുന്ന സമയത്ത് ഇതൊരു അവിശ്വസനീയമായ കഥയാണ് എന്നൊക്കെയാണ്, വിശ്വസിക്കാൻ അത്ര എളുപ്പത്തിൽ പറ്റാത്ത, ശിലയിൽ വിലയം പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് എളുപ്പം അങ്ങോട്ട് അതങ്ങ് സ്വീകരിക്കാനുള്ള ഒരു മാനസികമായ ഒരു അസ്വീകാര്യത അതിൽ ദർശിക്കാൻ വേണ്ടി സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് താന്ത്രിക സമ്പ്രദായത്തിൽ ഇത് സർവ്വസാധാരണമായ ഒരു സമ്പ്രദായം മാത്രമാണ്. അതായത് കൂടുതലും ശിവലിംഗത്തിലേക്കാണ് ആവാഹനം നടക്കുമെങ്കിലും ശാസ്താമൂർത്തികളിലേക്കും ആവാഹനം നടത്തുന്നതിൻ്റെ തെളിവുകളാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അയ്യപ്പൻ പീഠത്തിലാണ് ഇരിക്കുന്നത്, ശാസ്താവ് സിംഹാസനത്തിലാണ് ഇരിക്കുക. ഭാര്യാപുത്ര സമേതമായിട്ട് സിംഹാസനത്തിലാണ് ധർമ്മശാസ്ത്ര ചൈതന്യം എങ്കിൽ ഈ പറയുന്ന പോലെ ചിത്രീകരണമൊക്കെ അങ്ങനെയാണ്. നമുക്ക് അതിൻ്റെ വരച്ച ചിത്രവും അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അയ്യപ്പൻ ഇരിക്കുന്നത് യോഗപട്ടം ധരിച്ചിട്ടാണ്. അപ്പോൾ അയ്യപ്പൻ ഇരിക്കുമ്പോൾ ചേലവസ്ത്രം ധരിച്ച് അയ്യപ്പൻ ഇരിക്കുമ്പോൾ യോഗപട്ടം ധരിച്ച് പീഠത്തിലിരിക്കുമ്പോൾ ധർമ്മശാസ്താവ് സിംഹാസനത്തിൽ ചേലവസ്ത്രം, നീലപ്പട്ടുടുത്ത് ഒരു കാല് ഉയർത്തിയിരിക്കുന്നതായിട്ടാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എവിടെയാണ്? യോഗാസനത്തിലിരുന്ന്, അയ്യപ്പന് യോഗാസനത്തിലിരുന്ന് ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. പൊന്നമ്പലമേട്ടിലാണ് ശരിക്കും ഇങ്ങനെ ആ ഒരു ധ്യാനാവസ്ഥയിൽ അയ്യപ്പൻ ഇരിക്കുന്നത്. എവിടെയാണോ മകരജ്യോതി തെളിക്കുന്നത് അവിടെയാണ് അയ്യപ്പൻ്റെ ചൈതന്യം കുടികൊള്ളുന്നത്.
അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ്റെ മൂല ചൈതന്യം കുടികൊള്ളുന്നത് പൊന്നമ്പലമേട്ടിൽ നിന്നാണ്, അല്ല പൊന്നമ്പലമേട്ടിലാണ്. അവിടെ നിന്ന് ആവശ്യാനുസരണം ആ ചൈതന്യം ശബരിമലയിലേക്ക് ഇറങ്ങിയും കയറിയും അല്ലെങ്കിൽ പോയി വരികയാണ്. അപ്പോൾ പൊന്നമ്പലമേട് എന്ന് പറയുന്നത് തന്നെ ശരിക്കും അയ്യപ്പൻ കാട്ടിലേക്ക് പുനഃപ്രവേശനം, അതായത് രാജകൊട്ടാരത്തിൽ നിന്ന് പുനഃപ്രവേശനം നടത്തുന്ന സമയത്ത് അയ്യപ്പനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഋഷീശ്വരന്മാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പൊന്നമ്പലമേട്. പൊന്നമ്പലമേട്, പൊന്നമ്പലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുവർണക്ഷേത്രം. അപ്പോൾ അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിൻ്റെ കഥ പറയുന്നിടത്തും നമ്മൾക്ക് ഉദയനൻ്റെ പേര് പറയുന്നതായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. അവിടെയും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉദയനൻ ആ പൊന്നമ്പലമേട്ടിലെ ക്ഷേത്രം കൊള്ളയടിച്ചു, നശിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ പൊന്നമ്പലമേട്ടിലുള്ള ആ ക്ഷേത്രം ശബരിമല പോലെ പിന്നീട് പുതുക്കി പണിയാനുള്ള ഒരു സാഹചര്യമോ അവസ്ഥയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പൊന്നമ്പലമേട്ടിൽ, ഈ പൊന്നമ്പലമേട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കാരണം അവിടെയാണ് ഗോത്രവർഗ്ഗക്കാർ മകരജ്യോതി തെളിക്കുന്ന സ്ഥലം പൊന്നമ്പലമേട്, അല്ലേ? നമ്മൾ മകരജ്യോതി കാണാൻ വേണ്ടി പൊന്നമ്പലമേട്ടിലേക്കാണ് നോക്കുക. അപ്പം പൊന്നമ്പലമേട്ട് അത്രയും പവിത്രമായ, ശബരിമല തീർത്ഥാടനത്തിൽ പവിത്രമായ ഒരു സ്ഥാനമാണ്. പൊന്നമ്പലമേട്ടിൽ ആദ്യത്തെ പ്രതിഷ്ഠ നടന്ന ദിവസം കൂടാതെ മണികണ്ഠൻ്റെ ചൈതന്യം, അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന ആ ദിവ്യാത്മാവിൻ്റെ ചൈതന്യം അയ്യപ്പ വിഗ്രഹത്തിൽ, ശാസ്താ വിഗ്രഹത്തിൽ ലയിച്ച ദിവസവും മകരജ്യോതിയുടെ അന്നാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ മകരവിളക്കിന് ഇത്രയും വലിയ പ്രാധാന്യം. അയ്യപ്പന് മോക്ഷം കിട്ടിയ ദിവസം കൂടിയാണ് മകരവിളക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പന്മാർ ഈ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊന്നമ്പലമേട്ടിൻ്റെ പ്രാധാന്യവും മകരജ്യോതിക്ക് എന്തിനാണ് ഇത്തരം ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ മകരജ്യോതി കാണാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനായി കാത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഇതിന് ഇത്രയും വലിയ ഒരു കണക്ഷൻ ഉണ്ട്. ഇത്രയും വലിയ സംഭവങ്ങൾ കോർത്തിണക്കിയതാണ് ആ ഉത്സവങ്ങൾ. അപ്പോൾ ഒരു ദിവ്യാത്മാവായി ജനിച്ച അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപമായ ശാസ്താവിൽ ലയിച്ച ആ ദിവ്യ മുഹൂർത്തമാണ് എന്ത്? മകരവിളക്ക്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അദ്ദേഹത്തിൻ്റെ, അയ്യപ്പൻ എന്ന് പറയുന്ന ആ മഹാത്മാവിൻ്റെ ചൈതന്യമാകുന്ന കുണ്ടലിനി ചൈതന്യം, അദ്ദേഹത്തിൻ്റെ കുണ്ടലിനി ചൈതന്യം മൂലാധാരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ ചക്രവും ഭേദിച്ച് സഹസ്രാരത്തിൽ ലയിക്കുന്ന ഒരു നക്ഷത്രം കണക്കെ പൊട്ടിപ്പുറത്തേക്ക് സകലർക്കും ദൃശ്യമാകാൻ തരത്തിൽ ആകാശത്തിൽ ദൃശ്യമായതാണ് മകരവിളക്ക് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത്രയും വലിയ പ്രാപഞ്ചികമായ ഒരു ബന്ധം കൂടെ ഈ മകരവിളക്കിന് അയ്യപ്പ സ്വാമിയായിട്ടും ധർമ്മശാസ്താവായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അപ്പം മകരവിളക്ക് എന്ന് പറഞ്ഞാൽ യോഗദർശന പ്രകാരം പോലും ആ മൂർത്തിയുടെ കുണ്ടലിനി ചൈതന്യം ആ ബാക്കിയുള്ള 6 ചക്രങ്ങളും ഭേദിച്ച് സഹസ്രാരത്തിൽ സഹസ്രാരം കടന്ന് ആകാശത്തിലേക്ക് ദൃശ്യമാകുന്നതാണ് മകരവിളക്ക്. അപ്പോൾ ശരിക്കും ആത്മാർത്ഥമായ ഒരു ശബരിമല ഉപാസകന്, തീർത്ഥാടകന്, സാധകന് ശരിക്കും ആ സമയത്ത് നട്ടലിൽ ഒരുപാട് അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടാവേണ്ടതാണ്. അത്രയും യോഗശക്തിയുള്ളൊരു ചൈതന്യമാണ് ശബരിമലയിലെ കുടികൊണ്ട് കേരളത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ രൂപത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അയ്യപ്പൻ്റെ വിഗ്രഹം നോക്കി നമ്മൾ മറ്റ് സ്ഥലങ്ങളിലുള്ള ശാസ്താവിൻ്റെ പ്രതിഷ്ഠകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും എന്താണ് ഇത് രണ്ടും ഒരേ ചൈതന്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് യാതൊരുവിധ സംശയങ്ങളും മനസ്സിലുണ്ടാവാൻ വേണ്ടി പാടില്ല. അത് തന്നെയാണ് ഈ പരമ്പരയുടെ ഒരു ഉദ്ദേശം. ഇനിയിപ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ ചരിത്രവും അല്ലെങ്കിൽ അയ്യപ്പ ചൈതന്യത്തിൻ്റെ തുടക്കം, ധർമ്മശാസ്ത്ര ചൈതന്യത്തിൻ്റെ തുടക്കം, അത് ചരിത്രപരമായ വസ്തുതകളൊക്കെ നമ്മൾ ആവോളം പരിശോധിച്ച് ആചാരക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നമ്മൾ അതും പരിശോധിച്ച് അയ്യപ്പൻ്റെ രൂപങ്ങളിലുള്ള സാമ്യം നമ്മൾ നോക്കി വ്യത്യാസങ്ങൾ, അല്ലെ ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പൻ സ്വാമിയുടെയും രൂപങ്ങളിലുള്ള സാദൃശ്യങ്ങളും അതുപോലെ തന്നെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ എന്താണ് മകരവിളക്ക്, പൊന്നമ്പലമേട്ടിൻ്റെ പ്രാധാന്യം നമ്മൾ ശ്രദ്ധിച്ചു. അയ്യപ്പൻ്റെ ജനനത്തിലുള്ള വ്യത്യസ്ത കഥകൾ നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾക്ക്
അറിയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഒരു ശാസ്ത്രമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അല്ലേ, ക്ഷേത്രങ്ങൾ എന്തിനാണ് ഞാൻ എൻ്റെ ആധ്യാത്മിക ഉന്നതിയിലേക്ക് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. അപ്പം അതിൽ ആദ്യമായി നമുക്ക് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ ആദ്യമായി പറയേണ്ടത് വിശ്വസാര തന്ത്രത്തിലുള്ള ഒരു ശ്ലോകമാണ്. അത് യതി ഹാസ്തി തദന്യത്ര യന്നേഹാസ്തി ന തത് ക്വചിത്ത്. എന്ത് ഇവിടെയുണ്ടോ അത് എല്ലായിടത്തുമുണ്ട്, എന്ത് ഇവിടെ ഇല്ലയോ അതെവിടെയുമില്ല. അപ്പം ആത്മീയതയിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ മാർഗം എന്നത് മതത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതാണ് മറ്റ് സെമിറ്റിക് മതങ്ങളിൽ നിന്ന് ഭാരതത്തിൻ്റെ ഈ സനാതന ധർമ്മം ലോകത്ത് ഇത്രയും മികച്ചതാവാനുള്ള കാരണം ഇതാണ്. കാരണം നമ്മളത് ഒരിക്കലും ഒരു മതത്തിൻ്റെ മാർഗത്തിൽ പോകുന്ന ഒരു ആധ്യാത്മികതയല്ല ഭാരതം പറയുന്ന ആധ്യാത്മികത. മറ്റ് മതങ്ങൾക്ക് ഒരു മതഗ്രന്ഥവും ആ മതപ്രവാചകനും പറയുന്ന രീതിക്ക് അപ്പുറത്തൊരു ആധ്യാത്മിക യാത്ര ഇല്ല. പക്ഷെ ഭാരതം അങ്ങനെയല്ല. അപ്പോൾ ദേവീദേവന്മാരുടെ ആരാധന ഉൾക്കൊള്ളുന്ന ഒരു മതം, ആ ഉൾക്കൊള്ളുന്ന ആ മതത്തിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ആ ചൈതന്യത്തിൻ്റെ വിവിധങ്ങളായ രൂപങ്ങളും ആധ്യാത്മികമായ മുക്തി അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന പരിസമാപ്തിയിലേക്കുള്ള കാരണ ആയ ഒരു ഉപാധിയും കൂടെയാണ്. എന്താണ് ശരിക്കും പറഞ്ഞത്? ദേവീദേവന്മാരുടെ ആരാധന ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം. ആ ദേവീദേവന്മാരുടെ ചൈതന്യത്തെ വിവിധ രൂപങ്ങൾ, വിവിധങ്ങളായ രൂപങ്ങളും ആധ്യാത്മികമായ മുക്തി അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന പരിസമാപ്തിയിലേക്കുള്ള ഒരു കാരണമാണ് ശരിക്കും ഈ വ്യത്യസ്ത ഭാവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങൾ. ഓരോ ലക്ഷ്യത്തിലെത്താനും പല വഴികളുള്ളത് പോലെയാണ് ആത്മീയതയുടെ പാതയിലും ലക്ഷ്യപ്രാപ്തിയിലെത്താൻ വേണ്ടി നമുക്ക് പല മാർഗങ്ങളുണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത്, അയ്യപ്പസ്വാമിയുടെ കാര്യം എടുത്താൽ ശബരിമല എന്ന സന്നിധിയിൽ കൗളമാർഗത്തിൽ തുടങ്ങി ഗോത്രാചാരങ്ങൾ വന്ന് അല്ലേ, തമിഴ് ബ്രാഹ്മണ സമ്പ്രദായം വന്ന് മലബാര സമ്പ്രദായം വന്ന് പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന നമ്പൂതിരി സമ്പ്രദായം വന്നു. അപ്പോൾ നോക്കൂ, ഒരു ചൈതന്യം തന്നെ വ്യത്യസ്തമായ ആചാര സമ്പ്രദായങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റ് മതങ്ങളിൽ ഇത് നമുക്ക് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ ആധ്യാത്മികതയാണ്. ലക്ഷ്യമാണ് അവിടെ പ്രധാന മാർഗമല്ല എന്നുള്ളത്. പല മാർഗങ്ങളിൽ പല ആരാധനാ സമ്പ്രദായങ്ങളിലൂടെ നമുക്ക് ഈശ്വരനെ ആരാധിക്കാം എന്ന സ്വാതന്ത്ര്യം ലോകത്ത് മറ്റൊരു മതങ്ങൾക്കോ ദർശനങ്ങൾക്കോ സംസ്കാരത്തിനോ സംഭാവന ചെയ്യാൻ പറ്റിയില്ല. അത് സംഭാവന ചെയ്തത് ഭാരതമാണ്. ഭാരതത്തിൻ്റെ ഈ ഒരു ഇൻക്ലൂസീവ്നെസ്, ഒരു സ്വീകാര്യത ഇന്നത്തെ കാലത്ത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ശരിക്കും ശബരിമല അല്ലെങ്കിൽ പഴയ ശൗര്യമല. കാരണം ഈ പലവിധ ഒരേ മൂർത്തി തന്നെ പലവിധ അല്ലെങ്കിൽ ഒരേ ചൈതന്യം, ഒരേ മൂലചൈതന്യം പല ഭാവങ്ങളിൽ പല ആചാര സമ്പ്രദായങ്ങളിലൂടെ കടന്നു വന്നിട്ടും അതൊക്കെ സ്വീകരിച്ചിട്ടും ഇന്നും ചൈതന്യവത്തായി അതിപ്രാധാന്യത്തോടു കൂടി അതീവ ശക്തിയായി ലോക പ്രശസ്തിയായി നിലനിൽക്കുന്ന ഒരു കാഴ്ച. ഇതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആധ്യാത്മികത. അപ്പോൾ ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ചിട്ട് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഉരുത്തിരിയൽ തന്നെ യുഗങ്ങളിൽ ശരിക്കും നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അറിയാം. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങളിലൂടെ മനുഷ്യൻ്റെ ആ നിലനിൽപ്പിൻ്റെ പരിണാമം അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ നമ്മൾ തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് മനുഷ്യൻ്റെ പരിണാമം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ യുഗങ്ങൾ കഴിയും തോറും മനുഷ്യൻ്റെ ആത്മസാക്ഷാത്കാരത്തിനുള്ള കഴിവ് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. മനുഷ്യൻ സദാചാരപരമായും സന്മാർഗികപരമായും തരം താഴ്ന്ന് ഇപ്പോഴുള്ള ഈ കലിയുഗത്തിൽ അത് ഏറ്റവും അധപ്പതിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും എന്ന് നേരത്തെ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾക്ക് എങ്ങനെയാണോ നമ്മളുടെ ശ്രദ്ധ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാതിരിക്കാൻ, ശ്രദ്ധ പതറിപ്പോവാതിരിക്കാൻ സാമൂഹികമായ ഒരു ക്രമമുണ്ടായത്,
ഇന്ന് നമ്മളുടെ കുട്ടികൾ എത്തി നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ശ്രദ്ധ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് ഉള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരുപാട്, അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഗാഡ്ജറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ആണ് അവരുടെ കൈകളിൽ, അല്ലെങ്കിൽ അവർ അനുദിനം സംവദിക്കുന്നത്. ഇപ്പോൾ ടി വി ആയാൽ പോലും, ഇപ്പം നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് ഒരു മലയാള പടം അല്ലെ ആകെ ഉണ്ടായത് ദൂരദർശനാണ്. അതിൽ തന്നെ മാസങ്ങളെടുക്കും ഒരു മലയാള പടമൊക്കെ വരാൻ. അതേ മനുഷ്യൻ്റെ പുരോഗതി ഒരു 10, 15, 20, 25 വർഷം പിറകിലോട്ട് നമ്മൾ നോക്കുമ്പോഴുള്ള സ്ഥിതിയാണിത്. ഇന്ന് 25 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? അനവധി ചാനലുകൾ, അനവധി സർവീസ് പ്രൊവൈഡേഴ്സ്. ഈ പറയുന്ന പോലെ ഒരു ചാനലിൽ തന്നെ ഒരു പരിപാടി. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെ കാലത്ത് ഈ പറയുന്ന പോലെ ആ മലയാള സിനിമയാണ് നമ്മൾ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ തുടങ്ങിയിട്ട് അത് തീരുന്ന വരെ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ചാനൽ വേറെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3, 4, ഇനി കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റൊക്കെ ഒരു ചാനൽ കഷ്ടി കാണും ആളുകൾ. അപ്പോഴേക്കും അടുത്ത ചാനൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മൈൻഡ് ഓൾവേസ് ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ പറ്റുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഋഷീശ്വരന്മാർ, ഇതൊക്കെ വളരെ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഋഷീശ്വരന്മാർ. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് കലിയുഗത്തിൽ മനുഷ്യൻ്റെ സദാചാരപരമായതും സാൻമാർഗികപരമായതുമായ കഴിവുകളൊക്കെ തരം താഴ്ന്ന് വളരെ ഒരു അധപ്പതിച്ച ഒരു അവസ്ഥയിലേക്ക് മനുഷ്യ സമൂഹം എത്തിപ്പെടും. ഇപ്പോൾ കൃതയുഗം, ഇതിപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ആ പരിണാമം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്, യുഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, കൃതയുഗത്തിൽ ദൈവസമാനമായ, അല്ലെങ്കിൽ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളെ സഹായിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അന്നത്തെ മനുഷ്യ സമൂഹം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈശ്വരീയമായ കഴിവുകൾ ഉള്ള ഒരു മനുഷ്യ സമൂഹമാണ് നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്. അതേ ഒരു മനുഷ്യ സമൂഹം ത്രേതായുഗം ആവുമ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ധർമ്മം ക്ഷയിച്ച് ധർമ്മിഷ്ഠനായ അല്ലെങ്കിൽ സ്ഥായിയായ സ്വന്തം ഭാവത്തിൽ മറ്റുള്ളവർക്ക് വിഗ്രഹ രൂപത്തിൽ ദർശനം കൊടുക്കുന്ന ഒരു ഈശ്വരനെയാണ് നമ്മൾക്ക് കാണാൻ പറ്റുക. അത് പലപ്പോഴും അങ്ങനെയുള്ള ഈശ്വരനെ തങ്ങളുടെ ഗൃഹങ്ങളിൽ, വിഗ്രഹങ്ങളിലൊക്കെ പ്രതിഷ്ഠിച്ചിരുന്നതിനാൽ അന്നത്തെ കാലത്ത് ക്ഷേത്ര സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടില്ല. ആ ഒരു യുഗം കഴിഞ്ഞ് നമ്മൾ ദ്വാപര യുഗത്തിലേക്ക് വരുമ്പോൾ അവിടെ നന്മയും തിന്മയും ഏതാണ്ട് ഒരുപോലെ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയാണ്. കൗരവ പാണ്ഡവരുടെയൊക്കെ അല്ലെ മഹാഭാരതം വായിച്ചാൽ നമുക്കറിയാം. അപ്പോൾ മഹർഷിമാർ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് ദർശനം നടത്താൻ സന്നദ്ധതയുള്ളവർക്ക് വേണ്ടിയിട്ട് വിദൂരമായ വനങ്ങളിലൊക്കെ പോയി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതാണ് ദ്വാപര യുഗത്തിൽ നമ്മൾ കാണുവാൻ വേണ്ടി സാധിക്കുക. എന്നാൽ കലിയുഗമാകുമ്പോഴേക്കും എന്താണ്? തിന്മ നന്മയ്ക്ക് മുകളിലാവും. ദൈവിക സാന്നിധ്യത്തിനെ ഈ പരിതാപകരമായ ഈ സാമൂഹിക വ്യവസ്ഥ അകറ്റണമെങ്കിൽ ശരിക്കും ഒരു ദൈവിക സാന്നിധ്യത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ എന്തായി? ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും ക്ഷേത്രത്തിൻ്റെ ആവശ്യകത തന്നെ കൈവന്നു. അങ്ങനെ ആണ് ക്ഷേത്രങ്ങളുടെ ഉത്ഭവം നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ വൈദികമായിട്ട് നമ്മൾ പറയലുണ്ട്, ശ്രുതിം ച ദ്വിവിധ പ്രോക്ത വൈദികി താന്ത്രികി തഥ. അതായത് ഭാരതത്തിൻ്റെ അറിവ് അത് 2 രീതിയിൽ വഴിപിരിഞ്ഞ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് വേദങ്ങളായും വൈദികമായ ഒരു ധാര, ഇപ്പുറത്ത് താന്ത്രികമായ ഒരു ധാര. അപ്പം നമ്മൾ ഈ പറഞ്ഞ കൃതയുഗവും ത്രേതായുഗവും അതുപോലെ തന്നെ ദ്വാപരയുഗവും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം, ഇവിടെയൊക്കെ വൈദികമായ സമ്പ്രദായത്തിനാണ് കൂടുതൽ പ്രചാരം കാണാൻ വേണ്ടി സാധിക്കുക. തന്ത്രമുണ്ടോയെന്ന് ചോദിച്ചാൽ തന്ത്രമുണ്ട്. കാരണം നമ്മൾക്ക് തന്നെ അറിയാം അല്ലേ, ശിവതാണ്ഡവ സ്തോത്രമൊക്കെ എഴുതിയത് സാക്ഷാൽ രാവണനാണ്. രാവണൻ ജീവിച്ച കാലഘട്ടം നമുക്കറിയാലോ, ത്രേതായുഗമായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ യുഗത്തിലും ഈ 2 ധാര ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ സജീവമായിരുന്നത് വൈദികമായ ധാരയായിരുന്നു. എന്നാൽ കലിയുഗത്തോടനുബന്ധിച്ച്, അതായത് ദ്വാപര യുഗത്തിൻ്റെ അന്ത്യത്തോടു കൂടി തന്ത്രശാസ്ത്രം വളരെ പ്രചാരം നേടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതെന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും നിർമ്മിതിയും തന്ത്രത്തിലെ ആഗമശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആഗമശാസ്ത്രങ്ങളാണ്
ക്ഷേത്രങ്ങളുടെ ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഉത്ഭവം ക്രിസ്തുവിന് ശേഷം ഒരു 3-4 നൂറ്റാണ്ടുകളിലായാണെന്നൊക്കെ ഒരു വാദം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് രചിക്കപ്പെട്ട ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ആർത്തവപരമായ നിയന്ത്രണങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റില്ല, സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അന്ന് ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു സാമൂഹിക വ്യവസ്ഥ വന്നേനെ. അപ്പോൾ ഇതൊക്കെ സമീപകാലത്ത് മനുഷ്യൻ്റെ ആധ്യാത്മികപരമായ കഴിവിലെ മൂല്യച്യുതി വന്ന സമയത്ത് തന്ത്രം, അതിൻ്റെ പ്രാക്ടിക്കൽ തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ടെക്നിക്കാണ്, അതിൻ്റെ ടെക്നിക്കൽ ആപ്ലിക്കേഷൻ സൈഡിലേക്ക് ചിന്തിക്കുകയും അങ്ങനെയുള്ള ഒരു ആപ്ലിക്കൻ ഫോർമുല ആണ് ശരിക്കും ക്ഷേത്രങ്ങളായി നമ്മളുടെ ചുറ്റിലും നമ്മൾ കാണുന്ന ക്ഷേത്ര സമുച്ചയങ്ങളും ഈ ആരാധനാ സമ്പ്രദായങ്ങളും. അപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ എന്താണ് ക്ഷേത്രം എന്നുള്ള ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? കാരണം അയ്യപ്പൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ വേദകാലഘട്ടം മുതൽ പറയുന്നുണ്ട്, വേദകാലത്തൊന്നും ക്ഷേത്ര സമ്പ്രദായങ്ങളില്ല. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ശാസ്താവിനെയും അയ്യപ്പനെയും ഒക്കെ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ വൈരുദ്ധ്യങ്ങളിൽ പെട്ടുപോകും. ഒരാൾ ഒരേ ചോദ്യം മറിച്ചും തിരിച്ചും ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അനേകം ഉത്തരം, ഒരേ ചോദ്യത്തിന് അനേകം വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തിലാവും. അപ്പം അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. കൃത്യമായി ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് യഥാർത്ഥത്തിൽ അതിൻ്റെ തത്വം ഉൾക്കൊണ്ട് നമ്മൾ ധർമ്മശാസ്താവിനെ അല്ലെങ്കിൽ ശബരിമല ശ്രീ മണികണ്ഠ സ്വാമിയെ ഒക്കെ ഉപാസിച്ചാൽ അതിൻ്റേതായ ഈ കലിയുഗത്തിൽ ഏറ്റവും ഉഗ്രമൂർത്തിയായ കലിയുഗ വരദനായ ആ ധർമ്മശാസ്ത്ര ചൈതന്യത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്ക് കിട്ടും. അപ്പോൾ തന്ത്രത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമുക്ക് അറിയുന്നത് പോലെ തന്നെ ക്ഷേത്രങ്ങൾ കലിയുഗത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് എന്ന് നമ്മൾ പറഞ്ഞു. കലിയുഗത്തിൽ മനുഷ്യർക്ക് യോഗസാക്ഷാത്കാരത്തിൻ്റെ വഴി പിന്തുടർന്ന് ആത്മസാക്ഷാത്കാരം കൈവരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും യോഗ അവസ്ഥയിൽ ജീവിക്കാൻ. അതിനാലാണ് തന്ത്രശാസ്ത്രം തന്നെ ഈ കലിയുഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വികാസം പ്രാപിക്കുന്നത്. വേദങ്ങൾ പരമോന്നതമായ സത്യം, വേദങ്ങൾ ശരിക്കും ജ്ഞാനകാന്ഡം എന്നാണ് നമ്മൾ വിളിക്കുക. ആത്മസാക്ഷാത്കാരം നേടാനുള്ള വഴി അല്ലെങ്കിൽ വഴികാട്ടിയായി കർശനമേറിയ പെരുമാറ്റച്ചട്ടങ്ങളും കഠിനമായ നിഷ്ഠകളും നിറഞ്ഞ യാഗങ്ങൾ. നമുക്കറിയാം, ഒരു യാഗമൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ ഒരു യാഗമൊക്കെ നടത്തണമെങ്കിൽ എന്തുമാത്രം പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ടെന്ന്. അപ്പോൾ ആ യാഗങ്ങൾ വേദങ്ങളിലെ കർമ്മകാണ്ഡമായിരുന്നു. ജ്ഞാനകാന്ഡം ആ അറിവാണെങ്കിൽ കർമ്മകാണ്ഡമായി വേദങ്ങൾ അനുശാസിച്ചിട്ടുള്ളത് യാഗമാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം മുക്തി നേടലായിരിക്കണം. എന്നാൽ കലിയുഗത്തിൽ ജനങ്ങളുടെ മുൻഗണനകൾ മറിയാൻ തുടങ്ങി. അവിടെ ഈ പറയുന്ന മോക്ഷം എന്ന അവസ്ഥയിൽ നിന്ന് ഭുക്തി എന്ന അവസ്ഥയിലേക്ക്, അതായത് ഭോഗം എന്ന അവസ്ഥയിലേക്ക്, മുക്തിയേക്കാളേറെ പ്രാധാന്യം നേടുന്ന അവസ്ഥയിലേക്ക് കലിയുഗമായപ്പോഴേക്കും മുൻഗണനകൾ മാറി. അപ്പോൾ ജനങ്ങൾ ലൗകികമായ കാര്യങ്ങളിൽ കൂടുതലായി മുഴുകിയപ്പോൾ എന്താ ഉണ്ടായത്? മുക്തിയിലേക്ക് നയിക്കുന്ന മികച്ച ആധ്യാത്മിക സത്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ പഠിപ്പിക്കുന്നതിനോ ഒക്കെ അസാധ്യമായ കാര്യമായി തോന്നാൻ തുടങ്ങി. കാരണം എന്താണ്? ആർക്കും മുക്തി വേണ്ട, എല്ലാവർക്കും ഭുക്തി മാത്രം മതി, ഭോഗം മാത്രം മതി കലിയുഗമായപ്പോഴേക്കും. അപ്പോഴാണ് ജനങ്ങൾക്ക് ഭുക്തിക്കൊപ്പം തന്നെ മുക്തിയും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നേടാമെന്ന ഒരു ഉറപ്പായ ശാസ്ത്രമായി തന്ത്രശാസ്ത്രം നിലവിൽ വന്നത്. അതായത് ഈ ലോകത്ത് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ചു കൊണ്ട് തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കുമെന്ന് മാനവരാശിക്ക് മുമ്പിൽ ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് തന്ത്രശാസ്ത്രമാണ്. അതിൻ്റെ ശ്രേഷ്ഠമായ തെളിവുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന പല മഹാക്ഷേത്രങ്ങളും. ഞാൻ ഈ പറഞ്ഞ പോലെ ആ മഹാക്ഷേത്രങ്ങളുടെയൊക്കെ ശിലകൾക്കടിയിൽ ഇരിക്കുന്നത് മഹാസമാധിയായ സിദ്ധ സന്യാസിമാരുമാണ്, യോഗീശ്വരന്മാരാണ്. അപ്പോൾ വളരെ ലളിതമായി നമ്മൾ പറയുകയാണെങ്കിൽ തന്ത്രം എന്നാൽ ശരിക്കും സാങ്കേതികത, ടെക്നിക്കാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ആപ്ലിക്കബിലിറ്റി. അപ്പോൾ തന്ത്രജ്ഞാനം അനുസരിച്ചിട്ടാണ് ഓരോ ഹൈന്ദവ ക്ഷേത്രവും പണി കഴിപ്പിക്കുന്നത്. ക്ഷേത്രം പണി കഴിപ്പിക്കാൻ ഉള്ള ഒരേ ഒരു ടെക്സ്റ്റ് ഈ പറയുന്ന പോലെ ഏത് ടെക്സ്റ്റാണോ റെഫർ ചെയ്യേണ്ടത് അത് ആഗമശാസ്ത്രങ്ങളാണ്. അതിൽ
പ്രതിഷ്ഠാപനം, ഒരു മൂർത്തിയുടെ പ്രതിഷ്ഠാപനം മുതൽ ആ മൂർത്തിയുടെ ആരാധന, ആ മൂർത്തിയുടെ പൂജാവിധികൾ എന്നിവയ്ക്കെല്ലാം തന്നെ ആഗമശാസ്ത്രങ്ങൾ വിശദമായ വിവരങ്ങൾ തന്ത്രശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തി നൽകുന്നുണ്ട്. തന്ത്രം ശരിക്കും വിശാലവും ആഴവും ഏറിയ ഒരു ശാസ്ത്രമാണ്. ഒപ്പം തന്നെ അത് വളരെ അനുഭവവേദ്യം കൂടിയാണ്. നമ്മൾക്ക് ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് തന്ത്രത്തിൻ്റെയൊക്കെ വളരെ വിപ്ലവാത്മകമായ ചിന്തയാണ് ശരിക്കും. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാർ പറയും ശരിക്കും വിപ്ലവം എന്നൊക്കെ ജനങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ വിപ്ലവം മാനവരാശിക്ക് സമ്മാനിച്ചത് തന്ത്രമാണ്, തന്ത്രശാസ്ത്രമാണ്. അതിലും ഭാരതത്തിന് തന്നെയാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുണ്ടായിട്ടുള്ളത്. കാരണം എന്താണ്? തന്ത്രം നമ്മളോട് പറയുന്നത് ഈശ്വരൻ പരിണമിച്ചിട്ടാണ് ഞാൻ എന്ന മനുഷ്യനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണോ പരിണമിച്ച് ഇവിടെ എത്തി ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത്, ഇവിടുന്ന് ഞാൻ തിരിച്ചങ്ങോട്ട് നടന്നാൽ ഞാൻ ഈശ്വരനിലേക്കാണ് എത്തിച്ചേരുക. ഇത്രയും മഹത്തായ ആശയം, അനുഭവവേദ്യമായ ആശയം ലോകത്തിന് കൊടുത്തത് തന്ത്രശാസ്ത്രമാണ്. അപ്പോൾ ഒരു ഹൈന്ദവ ക്ഷേത്രം സന്ദർശിക്കുന്ന ഒരു ഉപാസകൻ എല്ലാവർക്കും തന്നെ, അതാരായാലും ശരി, തന്ത്രശാസ്ത്രം എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കാം എന്നതിൻ്റെ നേരിട്ടുള്ള അനുഭവം ഓരോ വ്യക്തിക്കും ഉണ്ടാവും. ഇതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കമുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ചില വ്യക്തികൾ ജനിക്കുന്നത് തന്നെ ഈ സിദ്ധിയും കൊണ്ടാണ്. അതായത് ഇങ്ങനെയുള്ള സൂക്ഷ്മങ്ങളായ തരംഗങ്ങൾ അനുഭവിക്കാനുള്ള ശേഷി അവരുടെ ശരീരത്തിനുണ്ടാവും. ചില ആളുകൾക്ക് അങ്ങനെയല്ല, അവരുടെ ഇന്ദ്രിയങ്ങളൊന്നും അത്ര ബലപ്പെടാത്തതുകൊണ്ടും അവരുടെ ശരീരത്തിൻ്റെ കലകൾ, ഋതം, താളം ഒന്നും ഈ പറയുന്ന പോലെ പ്രപഞ്ച താളമല്ലാത്തതുകൊണ്ട് അവർക്ക് ചില വ്രതങ്ങളും കഠിനമായ ചിട്ടവട്ടങ്ങളിലൂടെ കടന്നു വേണം ഈ പറയുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ. അപ്പോൾ എന്താണ് ശരിക്കും ക്ഷേത്രങ്ങളും മനുഷ്യ ശരീരവും? അപ്പോൾ ക്ഷേത്രങ്ങളും മനുഷ്യ ശരീരവും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വേദാന്ത ശാസ്ത്രം അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ യോഗശാസ്ത്രത്തെ പിന്തുടർന്ന് ആത്മീയതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവസ്ഥയാണ് ജ്ഞാനോദയം. അതായത് പൂർണ്ണമായ ബോധത്തോടെ, അവബോധത്തോടെ നാം നമ്മുടെ ഉള്ളിലേക്ക് തിരിയുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും യോഗശാസ്ത്രം. പക്ഷേ നമ്മളിപ്പോൾ യോഗ എന്നുള്ള പദം കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഇന്ന് കൂടുതലായി പ്രചരിപ്പിക്കപ്പെടുന്നത്? എന്താണ് യോഗ എന്ന പദം പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഓടി വരുന്നത് അംഗവിന്യാസങ്ങളോടുകൂടി ശരീരത്തിൻ്റെ തിരിയലും മറിയലും അല്ലേ? അതാണ് യോഗ എന്ന പദം നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുതരുന്ന ഒരു ചിത്രം. എന്നാൽ പ്രാപഞ്ചികമായ ചൈതന്യങ്ങളുമായ പരിപൂർണമായി ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും യോഗ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പ്രാപഞ്ചികമായ ചൈതന്യങ്ങളുമായി പരിപൂർണമായി ലയിച്ചിരിക്കുന്ന ഒരു വിന്യാസമാണ് ശരിക്കും യോഗ. ഇത് ഇന്ന് നമ്മൾക്ക് അറിയാം, ഇത് അംഗവിന്യാസങ്ങൾ അടങ്ങുന്ന ഒരു യോഗ സംവിധാനമുണ്ട്, ഹഠയോഗ അല്ലേ? അതുപോലെ തന്നെ അറിവിലൂടെ പരമമായ സത്യത്തെ പിന്തുടരുന്ന ഒരു യോഗയുണ്ട്, അതിനെയാണ് നമ്മൾ ജ്ഞാനയോഗ എന്ന് പറയുക. അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കി സത്യത്തെ പിന്തുടരുന്ന മറ്റൊരു രീതി ഉള്ള യോഗ, അതിനെ നമ്മൾ രാജയോഗം എന്ന് വിളിക്കും. അവിടെ മനസ്സിനെയാണ് ടൂളാക്കി ഉപയോഗിക്കുന്നത്, വേറൊരു സ്ഥലത്ത് ബുദ്ധിയെയാണ്, ജ്ഞാനം അല്ലേ, ടൂളായി ഉപയോഗിക്കും, വേറൊരു സ്ഥലത്ത് ശരീരത്തെ, ഹഠയോഗം. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ കലർപ്പില്ലാത്ത ഭക്തി ഉപയോഗിച്ചിട്ട് ഈശ്വരനെ തേടുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ച ചൈതന്യങ്ങളുമായി ലയിക്കാനുള്ള ഭക്തിയോഗം. ഇനി അതുമല്ല, അവനവൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളിൽ മുഴുകിക്കൊണ്ട് ഞാൻ ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് ജോലിയും ഈശ്വരാർപ്പണത്തോടുകൂടി, ഈശ്വരന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന സമർപ്പണ ഭാവത്തോടുകൂടി, കലർപ്പില്ലാത്ത ആ ഭാവത്തോടുകൂടി ആ പ്രവൃത്തികൾ, ദൈനംദിന പ്രവൃത്തികളിൽ മുഴുകിക്കൊണ്ട് തന്നെ വിരക്തി നേടുന്ന നൈപുണ്യമായ കർമ്മയോഗ. ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധർമ്മശാസ്താവിന് വിവിധങ്ങളായ ആദിശാസ്ത്ര, കല്യാണ ശാസ്ത്ര, വേദശാസ്ത്ര, ജ്ഞാനശാസ്ത്ര എന്നൊക്കെ പറയുന്ന പോലെ ഈ പറയുന്ന യോഗ, അതായത് പ്രപഞ്ച ചൈതന്യങ്ങളോട് ചേർന്നിരിക്കുന്ന അവസ്ഥയായ യോഗക്കും എന്നുണ്ട് വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിലെ പ്രപഞ്ചിക ശക്തികളുമായി ചേർന്നിരിക്കാനുള്ള ഈ വിദ്യയെ പലതരം
അവസ്ഥ അല്ലെങ്കിൽ പലതരം തലങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ അതിന് വ്യത്യസ്തമായ പേരുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഈ ചക്രങ്ങൾക്ക് ഊർജ്ജസ്വലത കിട്ടാൻ വേണ്ടിയിട്ട്, കുണ്ടലിനിയെ ഉണർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ ഋഷീശ്വരന്മാർ ഈ യോഗ സംവിധാനത്തിൽ, യോഗശാസ്ത്രത്തിൽ പ്രാണായാമം, ധ്യാനം എന്നീ സാങ്കേതികത്വം അങ്ങനെയുള്ള ടെക്നിക്ക് പകരുന്ന വേറൊരു യോഗയും കൂടെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് ലയയോഗ അല്ലെങ്കിൽ കുണ്ടലിനി യോഗ. അപ്പം പരമമായ മോക്ഷം കിട്ടാൻ മന്ത്രങ്ങളുടെ ഉപയോഗം തേടുന്ന മന്ത്രയോഗ വേറെ ഒരു ഡിവിഷൻ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മുൻപോട്ട് പോകും. ഇത് യോഗശാസ്ത്രം നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. ഇവയിലെ ഒരു രീതി മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം എന്താണ്? എല്ലാം തന്നെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന, ഒരുപോലെ ശക്തി ആർജിച്ചതും ഒരുപോലെ സാധ്യതയുമുള്ള രീതികളാണ്. ഇവിടെയാണ് നമ്മൾ ഈശ്വര ആരാധനയും കൂടെ എടുക്കേണ്ടത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അല്ലേ, പിൽക്കാലത്ത് എഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളിലും നമ്മൾ ഈ ശൈവ രീതി, വൈഷ്ണവ സമ്പ്രദായം, ഇവർ തമ്മിലുള്ള വടംവലിയും, ഇപ്പം നമ്മളെടുത്താൽ തന്നെ നമ്മൾ ചിലപ്പം പറയും ഇന്ന അമ്പലത്തിൽ പോയാലാണ് എളുപ്പം കാര്യം നടക്കുക, ഇവിടെ പോയാൽ അത് അത്ര ശക്തിയില്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിനൊരു ലളിതമായ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്താണ് യോഗം? എന്താണ് ഈശ്വര സാക്ഷാത്കാരം? പ്രപഞ്ചത്തിലെ ഈശ്വരീയമായ ചൈതന്യങ്ങളോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരം. അത് നേടാൻ നമ്മൾക്ക് ഋഷീശ്വരന്മാർ മുൻപോട്ട് തന്നതാണ് യോഗശാസ്ത്രം എന്ന ബൃഹത്തായ ശാസ്ത്രം. അതിൽ വിവിധങ്ങളായ കൈവഴികൾ, നമ്മളീ പറഞ്ഞ ജ്ഞാനയോഗ, കർമ്മയോഗ, ഹഠയോഗ, ലയയോഗ, മന്ത്രയോഗ, കുണ്ടലിനി യോഗ, ലേല. അപ്പോൾ യോഗയ്ക്ക് വ്യക്തികളുടെ ഭൗതികവും മാനസികവുമായ പോരായ്മകൾ നികത്തുവാനും അതുകൊണ്ട് ദേഹിക്കും ദേഹത്തിനും അതീതമായി നീങ്ങുവാനുള്ള ഒരു പദ്ധതി യോഗയ്ക്ക് നമ്മൾക്ക് സമ്മാനിക്കാനാവും. ഒന്നുകൂടെ പറയാം, യോഗയ്ക്ക് വ്യക്തികളുടെ ഭൗതികവും മാനസികവുമായ പോരായ്മകൾ നികത്താനും ദേഹിക്കും ദേഹത്തിനും അതീതമായി നീങ്ങുവാനും ഉള്ള ഒരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യോഗയ്ക്ക് സാധിക്കും. ഈ വഴിയെ ആണ് നമ്മൾ നിവൃത്തി മാർഗം എന്ന് വിളിക്കുന്നത്. അതായത് ദേഹത്തിനും ദേഹിക്കും അതീതമായി സഞ്ചരിക്കുന്നത് നിവൃത്തി മാർഗം. ഈ വഴിയിൽ ക്ഷേത്ര ദർശനങ്ങളും ദേവീദേവന്മാരുടെ പൂജിക്കലും ശരിക്കും പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്. അതായത് വ്യക്തിഗതമായ കഴിവുകളിലൂടെ മനുഷ്യർ നേരിടുന്ന തടസ്സങ്ങളെ തരണം ചെയ്യാനും ജനന പുനർജനന സംഭവ ചക്രങ്ങളൊക്കെ തകർക്കാനും മുക്തി നേടാനുമുള്ള കേന്ദ്രീകരിച്ച ഫോക്കസ്ഡ് ആയ ഒരു സ്വഭാവമാണ് നിവൃത്തി മാർഗം ശരിക്കും. അങ്ങനെയുള്ള വഴിയിൽ ദൈവം എന്ന സങ്കല്പം യാതൊരുവിധ വിശേഷണങ്ങൾക്കും അടിമപ്പെടാത്ത ശുദ്ധമായ ദൈവീകമായ അന്തർബോധമായ നിർഗുണ പരബ്രഹ്മമാണ്. ഗുണങ്ങളില്ലാത്ത ഈശ്വരീയ ചൈതന്യത്തെയാണ് നമ്മൾ ഈ നിവൃത്തി മാർഗത്തിൽ ആരാധിക്കുന്നതെങ്കിൽ അവിടെ രൂപരഹിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികളാൽ ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് ഈ നിരാകാര രൂപം. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ഒരുപാട് വലുതാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ ബുദ്ധിശക്തിക്ക്, ഓർമ്മശക്തിക്കൊക്കെ ഗ്രാഹ്യമായത് എപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതിന് മാത്രമാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തത് മനസ്സിന് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് പരിശീലിക്കലാണ് ഈ നിവൃത്തി മാർഗത്തിലുള്ള പ്രധാനമായ പരിപാടി അല്ലെങ്കിൽ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചെറിയ ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഈ നിവൃത്തി മാർഗത്തിൽ വഴി പിന്തുടരാറുള്ളൂ. കാരണം എല്ലാ മനുഷ്യർക്കും പിന്തുടരാവുന്ന മറ്റൊരു വഴിയുണ്ട്, എളുപ്പവഴി. അതാണെന്ത്? ഹൈന്ദവ ക്ഷേത്രങ്ങളുടേതായ വഴി, മൂർത്തി ആരാധന, അതായത് വിഗ്രഹ ആരാധന. മനുഷ്യർക്ക് ചേരുന്ന വിധത്തിൽ ഈശ്വരനെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അതിന് സഗുണ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു ദർശനാവസ്ഥയിലേക്ക് ആ ചൈതന്യത്തെ കൊണ്ടുവന്ന് അതിനെ പൂജിക്കും. അപ്പോൾ നിർഗുണമോ സഗുണമോ ആയ, നിങ്ങൾ ഈ പദങ്ങളൊന്നും കേട്ടിട്ട്
കൺഫ്യൂഷൻ ആവരുത്. നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണം ഇല്ലാത്ത, ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ നിർഗുണം. സഗുണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസോട് കൂടിയുള്ള ഒരവസ്ഥ. ഇപ്പം നമ്മൾ പറയില്ലേ, നമുക്കൊരു രൂപമുണ്ടെങ്കിലാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ക്വാളിറ്റീസ് വർണ്ണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ശരീരം നോക്കി നിങ്ങൾക്ക് ഞാൻ കറുത്തവനാണെന്നോ വെളുത്തവനാണെന്നോ എന്നൊക്കെ പറയാം. എൻ്റെ മുടി കറുത്തിരിക്കുന്നു, വെളുത്തിരിക്കുന്നു എന്നൊക്കെ പറയാം. ഞാൻ ധരിച്ച ഡ്രസ്സിൻ്റെ നിറമൊക്കെ പറയണമെങ്കിൽ എന്താണ്, എനിക്കൊരു രൂപം ഉണ്ടാവണം. ഈ രൂപത്തെ നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ പറ്റണം. കാരണം കണ്ണിന് ഈ കളറ് കാണാൻ പറ്റിയാൽ മാത്രമാണ് എനിക്ക് ഈ ഗുണങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക, ആട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. എന്നാൽ എനിക്കൊരു രൂപമില്ലെങ്കിലോ, എനിക്കൊരു ക്വാളിറ്റീസും പറയാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം രൂപമില്ലാത്ത വായുവിനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ രൂപമുള്ള അഗ്നിയെ നോക്കി നമുക്ക് അഗ്നിയുടെ ക്വാളിറ്റീസ് പറയാം. കാരണം എന്താ, അഗ്നിയെ എനിക്ക് ദർശിക്കാൻ പറ്റും എളുപ്പം. എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാറ്റിനെ കുറിച്ച് ഞാൻ എന്തു പറയും? അപ്പോൾ ഇതാണ് ശരിക്കും സഗുണബ്രഹ്മം, നിർഗുണബ്രഹ്മം. അപ്പം നിർഗുണമോ സഗുണമോ ആയ ഏത് പാത തിരഞ്ഞെടുത്താലും ഓരോ ആധ്യാത്മിക നടപടിക്രമങ്ങൾക്കും അതിന് സദൃശ്യമായ ശരീരത്തിൻ്റെ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം ആ ശരീരത്തിനെ സ്വാധീനിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, ഒരു മിനിസ്ക്യൂള്, ഒരു മിനിയേച്ചറാണ് ശരിക്കും ഹൈന്ദവ ക്ഷേത്രം. ഈ ഹൈന്ദവ ക്ഷേത്രം അങ്ങനെ തന്ത്രം സൃഷ്ടിച്ചിട്ട് യോഗ എന്ന പോലെ മനുഷ്യൻ്റെ പ്രജ്ഞയെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിന് സാധിക്കുന്ന രീതിയിലാണ് ക്ഷേത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ശരീരം അല്ലേ, അങ്ങനെ ഒരു ദർശനം തന്നെ ഉണ്ടല്ലോ, യത് പിണ്ടാണ്ടേ തത് ബ്രഹ്മാണ്ടേ. എങ്ങനെയാണ് നമ്മുടെ ശരീരം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ തനി പകർപ്പാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ശരീരത്തിലും കാണപ്പെടുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, അത് വേറൊരു ടോപ്പിക്കാണ്. നമുക്ക് അതിലേക്ക് ആഴത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ത് നിങ്ങൾ പ്രപഞ്ചത്തിൽ നോക്കിക്കോ അത് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ആ വിശ്വസാര തന്ത്രത്തിലുള്ള ആ ഉദ്ധരണിയിൽ പറഞ്ഞത് തന്നെ, ഇവിടെ എന്തുണ്ടോ അവ അവിടെയുമുണ്ട്, ഇവിടെ ഇല്ലാത്തവ എവിടെയുമില്ല. അപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ വിശാലമായി പ്രപഞ്ചത്തെ കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ട്, ഞാനും പ്രപഞ്ചവും തമ്മിലുള്ള കണക്ടിവിറ്റിയെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും വലിയ ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഋഷീശ്വരന്മാർ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് 1-2 വാക്കുകൾ, കാരണം നമ്മൾ വന്ന ആ ഒരു വഴിയുടെ ക്രമം ഓർക്കണം. ശാസ്താവിൻ്റെ ചൈതന്യം, അയ്യപ്പൻ്റെ ചൈതന്യം, അയ്യപ്പൻ്റെ ജനനത്തിൻ്റെ കഥകൾ, ശാസ്താവിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങൾ ലോകം ഒട്ടുക്കുള്ളത്, 8 തരം ശാസ്താക്കൾ അല്ലേ, ശാസ്താവിൻ്റെ ബഹുരൂപങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അയ്യപ്പൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ശബരിമലയുടെ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞു. ഉദയനനെക്കുറിച്ച് പറഞ്ഞു. തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ച് പറഞ്ഞു. പാണ്ഡ്യ ചോള രാജാക്കന്മാർ, തമിഴ് ബ്രാഹ്മണ സമൂഹം, കുലദേവതാ സങ്കല്പങ്ങളിൽ ശാസ്താവും കേരളത്തിലെ കുലദേവതാ സങ്കല്പങ്ങളിൽ നിന്ന് ശാസ്താവിനെ കാണാൻ വളരെ വിരളമായതിൻ്റെ കാരണം. അങ്ങനെ ആ ഒരു കൈവഴി നമ്മൾ വളരെ വിശദമായി പരിശോധിച്ച് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം, ശബരിമല ക്ഷേത്രത്തിന് എന്തിനാണ് ഇത്രയും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് പരിശോധിക്കണമെങ്കിൽ ക്ഷേത്രകല എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് പരിശോധിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സെഷനിൽ നിങ്ങൾ ഇത്രയും രാവിലെ എഴുന്നേറ്റ് ഈ ഒരു അറിവിന് വേണ്ടി എന്നും ഇനിയും ഈ ഒരു യജ്ഞത്തിൻ്റെ ഭാഗമാവണമെന്നും ഇതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന ഭാഗ്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.